ഹലോ, നമുക്കിന്നൊരു സ്പൈസി ആയിട്ടുള്ള പ്രോൺസ് കറി നോക്കിയാലോ. മുളകിട്ടത്. അതിന് നമുക്ക് ആദ്യം പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു 20 മിനിറ്റ്സ് വെക്കണം. അതിന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ്, ഇച്ചിരി എണ്ണ വെച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കടായിൽ ഇച്ചിരി എണ്ണ നന്നായിട്ട് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ബാച്ച് വൈസ് ആയിട്ട് കുറച്ച് വെച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടർ നമുക്ക് ലാസ്റ്റ് കിട്ടും. ആ ഒരു സ്റ്റോക്ക് വാട്ടർ നമ്മളെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും കടായിൽ ഇച്ചിരി എണ്ണ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നമുക്കൊന്ന് ബ്രൗൺ ആവുന്നതിന് വരെ ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കുഞ്ഞുള്ളിയും ഇട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് നമുക്ക് വീണ്ടും അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ സോട്ട് ചെയ്യാം. എന്നിട്ട് എടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മസാല മൂക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി സ്റ്റോക്ക് വാട്ടർ ഇട്ട് ഒഴിച്ച് കൊടുക്കുക. പ്ലസ് തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് 5 മിനിറ്റ് അടച്ച് വെക്കാം. അത് മസാല മുത്തരും ബാക്കിയുള്ള സ്റ്റോക്ക് വാട്ടർ ഇട്ട് നമുക്ക് വീണ്ടും ആ മസാല ഒന്ന് നന്നായിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളി ഉണ്ടല്ലോ, സോക്ക് ചെയ്ത് വെച്ച വാളംപുളിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അതിന് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ആ മസാലയിലിട്ട് കരിയാപ്പിലൊക്കെ ഇട്ടൊന്ന് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് മാത്രം ഒന്ന് കുക്ക് ചെയ്യുക. നമ്മുടെ പ്രോൺസ് കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ റെസിപ്പി. ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്.